ഹലോ, ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെൻറ്റർ, അജ്മാൻ. ഇന്ന് നമുക്ക് എൻഡോമെട്രിയൽ ബയോപ്സി എന്ന പ്രൊസീജിയറിനെ പറ്റി നോക്കാം. ഈ എൻഡോമെട്രിയം എന്നുള്ളത് യൂട്രസിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു മാസത്തിൽ വളരുന്ന ഒരു കോശങ്ങളുടെ ഒരു ഭിത്തിയാണ്. അത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ കൺട്രോളിലാണ്. അപ്പോൾ സാധാരണ രീതിയിൽ മെൻസ്ട്രുവേഷൻ കഴിയുന്ന സമയത്ത് ഈ എൻഡോമെട്രിയൽ ലൈനിങ് വളർന്നു തുടങ്ങും. ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസോടുകൂടി പ്രഗ്നൻസി ആകാൻ വേണ്ടിയിട്ട് ഒരു ബെഡ് പ്രിപ്പയർ ചെയ്യണതാണ് ഈ എൻഡോമെട്രിയം. അവിടെയാണ് എംബ്രിയോ ഇംപ്ലാന്റ് ആവുന്നത്. പക്ഷേ പ്രഗ്നൻസി ആയിട്ടില്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ വരുന്ന സമയത്ത് ഈ എൻഡോമെട്രിയൽ ലൈനിങ് ആണ് മെൻസ്ട്രുവൽ ബ്ലഡിൽ കൂടെ പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ മാസത്തിൽ ഈ സൈക്കിള് എപ്പോഴും എൻഡോമെട്രിയത്തിൻ്റെ വളർച്ച ശരിയായ രീതിയിൽ നടക്കും. പക്ഷേ ഈ എൻഡോമെട്രിയൻ്റെ വളർച്ച ശരിയായ രീതിയിലല്ല നടക്കണമെന്നുണ്ടെങ്കിൽ ഇറഗുലറായിട്ട് ബ്ലീഡിങ്ങുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ എൻഡോമെട്രിയത്തിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റാണ് എൻഡോമെട്രിയൽ ബയോപ്സി. ഇത് സാധാരണ സന്ദർഭങ്ങളിൽ ആവശ്യം വരുന്നത് ഇറഗുലർ മെൻസസ് വരിക, ഇൻ്റർമെൻസ്ട്രുവൽ ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ മെൻസസ് നിന്നവർക്കുള്ള ബ്ലീഡിങ് വരിക, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെയാണ് ഈ എൻഡോമെട്രിയൽ ബയോപ്സി എടുക്കുന്നത്. പിന്നെ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യുമ്പോൾ എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കൂടുതലാണെങ്കിലും നമ്മൾ അതിൻ്റെ എൻഡോമെട്രിയത്തിൻ്റെ പരിശോധന നടത്തേണ്ടതാണ്. ഇത് 3 വിധത്തിൽ ചെയ്യാവുന്നതാണ്. സിമ്പിളായിട്ടുള്ള പിപ്പൽ ബയോപ്സി എന്ന് പറയും. ഒരു അനസ്തീഷ്യ ഒന്നും ഇല്ലാതെ സാധാരണ OP പ്രൊസീജിയറായിട്ട് ഒരു സിറിഞ്ച് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് എൻഡോമെട്രിയത്തിൻ്റെ ചെറിയ സാമ്പിൾ എടുത്തിട്ട് അത് ഹിസ്റ്റോപത്തോളജി എക്സാമിനേഷന് വിടുകയാണ് ചെയ്യുക. പിന്നെ ചെയ്യണത് അനസ്തീഷ്യയിൽ എൻഡോമെട്രിയൽ ക്യൂററ്റ് ചെയ്തിട്ട് എൻഡോമെട്രിയൽ സാമ്പിൾ എടുത്തിട്ട് അത് ബയോപ്സിക്ക് വിടുന്നതാണ്. അതിന് ഡയലറ്റേഷൻ ആൻഡ് ക്യൂററ്റേജ് ആൻഡ് എൻഡോമെട്രിയൽ ബയോപ്സി എന്നാണ് പറയുന്നത്. പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വേറൊരു മെത്തേഡ് ഉണ്ട്, ഹിസ്ട്രോസ്കോപ്പിക് എൻഡോമെട്രിയൽ ബയോപ്സി എന്ന് പറയും. അതിൽ അണ്ടർ അനസ്തീഷ്യയിൽ ഹിസ്ട്രോസ്കോപ്പ് എന്നുള്ള ഒരു ഉപകരണം യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് എൻഡോമെട്രിയത്തിൻ്റെ സാമ്പിൾ എടുക്കുന്നതാണ്. ഈ എൻഡോമെട്രിയത്തിൻ്റെ സാമ്പിൾ എടുത്ത് അത് പരിശോധിച്ചിട്ട് അതിൻ്റെ ഹോർമോണൽ അവസ്ഥകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ക്യാൻസർ ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില സന്ദർഭങ്ങളിൽ ട്യൂബർക്കുലോസിസ്, എൻഡോമെട്രിയത്തിൽ വരുന്ന ട്യൂബർക്കുലോസിസ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കണ്ടുപിടിക്കാൻ പറ്റും.